മാധു, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസ് നേതാക്കന്മാർക്കെന്നല്ല, കേരളത്തിലെ ഇന്ത്യയിലെ ഒരു നേതാക്കന്മാർക്കും സാധാരണക്കാർക്കില്ലാത്ത ഒരു പ്രിവിലേജും തെരഞ്ഞെടുപ്പ് സമയത്തില്ല. തീർച്ചയായിട്ടും സകല സാധാരണക്കാരുടെയും വാഹനങ്ങൾ പരിശോധിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അടക്കം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടക്കം, മന്ത്രിമാരുടെ അടക്കം മുഴുവൻ നേതാക്കന്മാരുടെയും ജനപ്രതിനിധികളുടെയും വാഹനങ്ങൾ പരിശോധിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ആ പരിശോധിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും സാധന സാമഗ്രികൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ടോ, പണം അനധികൃതമായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ, അനുവദനീയമായതിൽ കൂടുതൽ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ കണ്ടെത്താനാണല്ലോ. അത്തരം പരിശോധനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ടോർച്ചടിച്ച് എം പിയുടെ മുഖം കണ്ട് എം പി ആണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും അതിനുശേഷം അവർ പറഞ്ഞ എം പി ആണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെയാണ്. അതെന്തെങ്കിലും ആവട്ടെ, അവരെ പുറത്തിറക്കുന്നു, വാഹനം പരിശോധിക്കുന്നു, വാഹനത്തിൻ്റെ ഡിക്കി തുറക്കുന്നു, പെട്ടി കാണുന്നു. അവിടെ വെച്ച് പരിശോധന നിർത്തിയാൽ പോരാ, ആ പെട്ടിക്കകത്തുള്ള സാധനങ്ങൾ കൂടി പരിശോധിക്കണം. ഏതെങ്കിലും പെട്ടിയുടെ പുറത്തുനിന്ന് നോക്കിയാൽ പെട്ടിയുടെ നിറം കണ്ടാൽ പെട്ടിക്കകത്ത് എന്താണെന്ന് തീരുമാനിക്കാനുള്ള പ്രത്യേക കഴിവ് കേരളത്തിലെ ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ആർക്കെങ്കിലും ഉണ്ടതായിട്ട് നമുക്കറിയില്ല. സ്വാഭാവികമായിട്ട് ഏത് ബാഗായാലും പെട്ടിയായാലും അത് തുറന്ന് പരിശോധിക്കണം. പരിശോധനയുടെ ലക്ഷ്യം അതാണെങ്കിൽ, അപ്പോൾ നമ്മളിവിടെ എതിർക്കുന്നത് പരിശോധനയുടെ ലക്ഷ്യം അതായിരുന്നില്ല. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വടകര എം പിയെയും പാലക്കാട് MLA-യും തിരിച്ചറിയാഞ്ഞിട്ടുമല്ല. ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേരളത്തിലെ ഒരു MP-യെയും MLA-യും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട പ്രവണതയാണ്. ഇനി തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അവരുടെ പരിശോധിക്കാൻ ഉദ്ദേശിച്ചത് എന്താണോ അതുകൂടി പരിശോധിക്കണ്ടേ? അപ്പോൾ അത് പരിശോധിക്കാത്തതിലാണ്, അത് ഇൻസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ശ്രമം നടത്തിയതെന്നുള്ള ആക്ഷേപം പറഞ്ഞത്. ശരി ഡോക്ടർ ജിനോ ജോൺ, ശരി, അങ്ങനെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്, അങ്ങനെ വീണ്ടും വീണ്ടും തുടർച്ചയായി ഇരയാക്കാൻ ശ്രമിച്ചു എന്നുള്ളത്, അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ ആരോപണങ്ങളായി മുന്നോട്ട് വെക്കാം. പക്ഷേ എന്ത് പാരിതോഷികം കൊടുക്കും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പാലക്കാട് MLA ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പാരിതോഷികം കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ ഉദ്യോഗസ്ഥർക്ക്? തീർച്ചയായിട്ടും കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത്തരത്തിലുള്ള ഇൻസൾട്ട് രാഷ്ട്രീയം നടത്തുന്ന കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിന് പാരിതോഷികം കൊടുക്കാനുള്ള കഴിവും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനും മാത്രമല്ല, 9 വർഷമായിട്ട് ഈ ജനദ്രോഹ സർക്കാരിൽ നിന്ന് ദുര്യോഗങ്ങൾ അനുഭവിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്. ജനങ്ങളാണ് പാരിതോഷികം കൊടുക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടിയുടെ പുറകിൽ പോയപ്പോൾ പാരിതോഷികം ജനങ്ങൾ കൊടുത്തല്ലോ. ഷാഫി പറമ്പിൽ കിട്ടിയതിൻ്റെ 6 ഇരട്ടി ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ പെട്ടിയുടെ നിറത്തിൻ്റെ പുറകെ പോയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പാരിതോഷികം കൃത്യമായിട്ട് ഇത്തരത്തിൽ പിണറായി വിജയന് ഏറാൻ മൂളികളായിട്ടുള്ള, സർക്കാരിന് വാഴ്ത്തുപാട്ടുകാരായിട്ടുള്ള ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ശേഷിയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലാണ് എന്നുള്ളതും അവരുടെ പ്രവർത്തനങ്ങളും പരിശോധനയും അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലുള്ളതാണ് എന്നും കോൺഗ്രസിനോ കോൺഗ്രസിന്റെ നേതാക്കൾക്കോ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ പ്രതിനിധികളായി മാറിയ ആളുകൾക്കോ അറിയാത്തതല്ല. പിന്നെന്തുകൊണ്ടാണ് ഈ പിണറായി പോലീസ് എന്ന ആവർത്തനം? അല്ല, ഞാൻ ഇന്ത്യ മഹാരാജ്യത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് പറയുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ്റെ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ സർവരാലും അറിയപ്പെടുന്ന വനിതാ നേതാക്കന്മാരുടെ ഹോട്ടൽ മുറിയിൽ പാതിരാത്രിക്ക് പോയി വനിതാ പോലീസിൻ്റെ സാന്നിധ്യമില്ലാതെ ഡോറ് തട്ടി വിളിച്ച ആ പോലീസുകാരെ പിണറായി പോലീസ് എന്ന് വിളിക്കാൻ തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിനുശേഷം നടത്തിയിട്ടുള്ള ആ റെയ്ഡ് നാടകവും അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള പ്രചരണവും പ്രസംഗവും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അതിനു മുമ്പും അതിനുശേഷവും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരെ ഒരു പ്രത്യേക ചുമതലയ്ക്ക് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അവരുടെ സ്വഭാവത്തിലും അവരുടെ പ്രവർത്തന ശൈലിയിലും കാര്യമായി വ്യത്യാസമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിലെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. ശരി.